ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഞാൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡുകൾ എടുത്തിട്ടിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ക്യാബേജ്, ക്യാരറ്റ്, സവോള, തക്കാളി, ക്യാപ്സിക്കം, മയോനൈസ്, ടൊമാറ്റോ സോസ്, പെപ്പർ പൗഡർ, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ച്, അതായത് വെജ് ആയിട്ടുള്ള സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്കിതൊക്കെ കൂടെ മിക്സ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ക്യാബേജും ക്യാരറ്റും ആണ് ഇടുന്നത്. ഈ ക്യാബേജും ക്യാരറ്റും ഞാൻ കുറച്ച് വലിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നീട് ഇതിലേക്ക് നമ്മൾ കുറച്ച് സവോള അരിഞ്ഞതാണ് ചേർക്കുന്നത്. പിന്നീട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് മയോണൈസ് ആണ്. മയോണൈസും കൂടി ചേർത്തിട്ട് ഇത് നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇത് നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണേ. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ നല്ല പോലെ മിക്സ് ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബ്രെഡ് എടുക്കണം. ആ ബ്രെഡിലോട്ട് നമ്മൾ നല്ല പോലെ ആ ഒരു പീസ് ബ്രെഡിലേക്ക് നല്ല പോലെ തന്നെ മയോണൈസ് നമ്മൾ തേച്ച് കൊടുക്കണം. നമ്മളുടെ ഇഷ്ടം എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് തേച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ അളവ് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാൻ വേറൊരു പീസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ടൊമാറ്റോ സോസാണ് തേച്ച് കൊടുക്കുന്നത്. ടൊമാറ്റോ സോസും ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തതിന് ശേഷം ഇത് നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കവർ ചെയ്തെടുത്തതിന് ശേഷം ഇത് ഈ ഷേപ്പിലൊന്ന് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ സാൻഡ്വിച്ച് ഇങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം നെയ്യോ ഓയിലോ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ട് വശം നമുക്കൊന്ന് മൊരിയിച്ചെടുത്തിട്ടും സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാം. എങ്ങനെ കഴിക്കുമ്പോഴും രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളിങ്ങനെ മൊരിയിപ്പിക്കാതെ കഴിക്കുമ്പോഴും ചൂടാക്കാതെ കഴിക്കുമ്പോഴും നേരത്തെ കാണിച്ചല്ലോ ചൂടാക്കാനായിട്ട് മുമ്പ്, അങ്ങനെ കാണിക്കുമ്പോഴും രണ്ടിനും രണ്ട് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇഷ്ടം എന്നുള്ളത് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അപ്പോൾ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് സാൻഡ്വിച്ച് വെജിൻ്റെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത പ്രാവശ്യം മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.